ഹലോ ഗൈസ്, കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഹർത്താൽ കിട്ടുന്നത്. ആ ഹർത്താൽ അടിപൊളിയാക്കാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. രണ്ടാൾക്കാർ അവിടെ ആദ്യം എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇവരുടെ ഈ പോക്ക് കാണുമ്പോൾ കരുതും കുടിയേറ്റക്കാരാണെന്ന്, പക്ഷെ സംഗതി അതല്ല. അതെ ഗൈസ്, ഇന്ന് ഞങ്ങൾ അമീഗോസ് ടീമിൻ്റെ ഒരു ഒത്തുകൂടലും ചിക്കൻ ചുടലൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് സ്പോൺസർ ചെയ്തിട്ടുള്ള ഇവനാണ് വിശാഖ്, നമ്മുടെ മുതലാളി, ഒരേ ഒരു മുതലാളി. ഇതാണ് ആ വീട്. പഴയൊരു തറവാടാണ്, പക്ഷെ നമ്മുടെ ഇന്നത്തെ മൊത്തം പരിപാടി നടക്കുന്നത് ഇവിടെയാണ്. ഇന്ന് കടകളൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഞാനും സുമിത്തും കൂടെ ഇന്നലെ തന്നെ പോയി സാധനങ്ങൾ മൊത്തം വാങ്ങി. ചിക്കനും ഗ്രില്ലും ചാർക്കോളും അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇന്നലെ തന്നെ വാങ്ങി വെച്ചു. അങ്ങനെ ഇന്നത്തെ മുഖ്യ പരിപാടിയായിട്ടുള്ള ചിക്കൻ ചുടലിന് വേണ്ടിയിട്ടുള്ള അടുപ്പൊക്കെ സെറ്റപ്പായി. നമ്മളെ ചാർക്കോളുമേക്ക് തീ പിടിപ്പിക്കാനാണ് കുറച്ച് കഷ്ടപ്പെട്ടത്. കുറച്ച് നേരത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഞ്ഞു ഊതലിനും വീശലിനൊക്കെ ശേഷം നമ്മളെ ചാർക്കോളിന് പതിയെ തീ പിടിച്ചു. ചാർക്കോൾ പതിയെ കത്തി തുടങ്ങിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കൂടി നിൽക്കുന്നത്. പിന്നെ അതൊന്നും കണ്ട് ആളി കത്തിച്ചു. തീയൊക്കെ അങ്ങനെ കത്തിന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു ക്യാമ്പ് ഫയർ മൂഡ് വന്നത്. എന്നാൽ പിന്നെ ഒരു പാട്ടൊക്കെ വെച്ച് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഒന്ന് വൈബായതിന് ശേഷം മതി ചിക്കൻ ചുടലെന്നായി. അജിത്തൊക്കെ ഫുള്ള് വൈബാണ്. പിന്നെ നമ്മളെ കാര്യപരിപാടിയിലേക്ക് കിടന്നു. ചിക്കനൊക്കെ എന്നാൽ തന്നെ ഞാനും ഉണ്ണിമോളും കൂടെ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതെല്ലാം സെറ്റാക്കുന്നത്. ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതിനെക്കാട്ടിയും എല്ലാവരും കൂടി കൂടുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതാണ് പൊളി. ചിക്കൻ ഏകദേശം ഒരു സൈഡ് ഇങ്ങനെ വെന്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സുമിത്തും ജസീമൊക്കെ കണ്ടില്ലേ, അവരവരെ വീട്ടിൽ പോലും ഇത്ര പണിയെടുത്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ടെസ്റ്റർ കണ്ണപ്പം ചിക്കൻ വെന്തോന്ന് നോക്കുന്നുണ്ട്. ടെസ്റ്റർ ഓക്കെ പറഞ്ഞതിന് ശേഷം ആദ്യത്തെ റൗണ്ട് ചിക്കൻ പുറത്തെടുത്തു. ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, മുടിഞ്ഞ ടേസ്റ്റാ എന്ന് പറഞ്ഞ പോലെ മസാലയ്ക്കുള്ളിലേക്ക് പിടിച്ച് സംഗതി സെറ്റായിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് ചിക്കനും ഗ്രില്ലിലാക്കി അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ കണ്ട് പോന്നു കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരാൾ മാത്രം ചിക്കന് കാവലായിട്ട് അവിടെ ഇരുന്നു. ചിക്കൻ വിട്ടിട്ടൊരു കളിയില്ല. പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ചിക്കനൊക്കെ ചുട്ടൊരു ചെമ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് വൈഫിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പോയ നാസർ ഇപ്പോഴാണ് പിന്നെ പൊങ്ങണത്. എന്തായാലും വന്നപ്പോൾ തന്നെ ആളെ ആക്റ്റീവായി. ഒരു വൈബിന് വേണ്ടിയിട്ട് 2 വാഴേൻ്റെ ഇല വെട്ടിക്കൊടുന്ന് ഇത് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഞാനും അവനും കൂടെയാണ്. ഇനി ആകെ ബാക്കിയുള്ളൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫുഡൊക്കെ തിന്ന് തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തലക്കിന്ന് തിന്നാൻ തുടങ്ങിയിട്ടോ. ഞാൻ എല്ലാവരും അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. കിഡു സാധനം പൊളിച്ചു. എങ്ങനെയുണ്ട്, എന്താ അഭിപ്രായം? ഷാഖ നമുക്ക് എന്താ പറയുക? അങ്ങനെ ഒരു അംഗത്തിന് ശേഷം എല്ലാവരും സൈഡായി. പ്രവാസികളായ മിഥുനി ഇബ്രാഹിമിനെയാണ് നമ്മൾ ഏത് പരിപാടി നടത്തുമ്പോൾ നമുക്ക് മിസ് ചെയ്യണത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ചു നേരം റീലൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഞങ്ങൾ പോവുകയാണ്. സൈനിങ് ഓഫ്. ഗൈസ്, മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.